വീഡിയോയിൽ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. അത്യാവശ്യം നല്ല കിണ്ണ മൈനിങ് ഏരിയയും ഡീപ്പ് സ്റ്റെറ്റ് വരെയുള്ളതൊക്കെ ചെയ്യാൻ പോകുന്നു. എൻ്റെ ഈ ഒരു സ്റ്റോൺ പിക്കാക്സ് കണ്ടാലേ അറിയാൻ പറ്റും എൻ്റെ ലൈഫ് എത്രയാണ്. അതുകൊണ്ട് ഞാൻ കുറേ മൈനിങ്ങിനൊക്കെ പോയി എനിക്കൊരു ബൂട്ട് ഉണ്ടാക്കാൻ പറ്റി. പിന്നെ കുറേ സ്കെൽറ്റൻസിനൊക്കെ കൊന്നപ്പോൾ എനിക്ക് കുറേ ബോ ഒക്കെ കിട്ടി. ഇതാ ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീലിന് വേണ്ടിയിട്ടുള്ളതൊക്കെ കിട്ടി. അത്യാവശ്യം അടിപൊളിയാക്കിയിട്ടൊക്കെ ഉണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ വൈകിപ്പിക്കുന്നില്ല, നേരെ വീഡിയോട്ട് കിടക്കാം. അപ്പോൾ ഗായ്സ്, ഞാൻ എൻ്റെ ഇവിടെ വീട്ടിൻ്റെ എന്താ ഞാൻ ചെയ്തിട്ടുള്ളത് വെച്ചാൽ, ഇത് നിങ്ങൾ കാണുന്നുണ്ടാവും, എൻ്റെ സ്പ്ലിറ്റ് കൺട്രോളാക്കി. പിന്നെ ഞാൻ ഇവിടെ ഒരു ബ്രൂയിങ് സ്റ്റാൻഡൊക്കെ വെച്ചു. ബ്രൂയിങ് സ്റ്റാൻഡിന് വേണ്ടി ഞാൻ നെതറിലോട്ടൊക്കെ പോയി കുറച്ച് അവിടെ നിന്ന് ഫോട്ടോസ് കണ്ടുപിടിച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ഈ സംഭവം നമ്മൾ പൊട്ടിച്ചില്ല. എനിക്ക് സ്പ്ലിറ്റ് കൺട്രോൾ അത്ര അറിയില്ല, എന്നാലും നമുക്ക് ശ്രമിക്കാം. എനിക്ക് ഇപ്പോൾ ഒരു ട്രാപ്പ് ഡോർ ഉണ്ടാക്കണം. ട്രാപ്പ് ഡോർ ഉണ്ടാക്കാൻ എന്ത് വേണം? ഇനിയും വേണം. അപ്പോൾ ഗായ്സ്, നമ്മൾ എന്തായാലും മൈനിങ് ഏരിയയുടെ പണി തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആ മരം മുറിക്കാം. ഇത് നമ്മൾ സാപ്ലിങ് നട്ട് വെച്ചായിരുന്നു. നമുക്ക് അത്യാവശ്യം പ്രോഗ്രസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ ആക്കാൻ നമ്മൾ അത്ര ഇതൊന്നും ആക്കുന്നില്ല. ഇവരൊക്കെ ഇതാ ഒരു ഷീപ്പേ ഉള്ളൂ, ബാക്കി ഷീപ്പോടെ ശിവന്മാരെ കൊണ്ട് അവന്മാരെ ഒട്ടിക്കട്ടെ. ഓക്കെ, നമുക്ക് അത്യാവശ്യത്തിനുള്ള ബൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കൊണ്ടിട്ട് ഓക്കെ, നമുക്കിതിന് മൊത്തം ഒന്ന് സാപ്ലിങ് ഇതാക്കിയിട്ട് ഒരു ഡോർ തിരിഞ്ഞിട്ടെടുക്കുക. നമുക്ക് അടിച്ചില്ല. ക്രീപ്പർ ഇങ്ങോട്ട് വാടാ, താഴോട്ട് ഓടിപ്പോവാ. അവൻ വരുമായിരിക്കും, അവൻ വരണം. ഓക്കെ ഗൈസ്, നമ്മളിത് അത്യാവശ്യത്തിന് ഇവിടെ നിന്നൊക്കെ നല്ലപോലെ മൈൻഡ് ചെയ്തിരുന്നു. അവൻ വീട്ടിൻ്റെ ഉള്ളിൽ കയറി. നിന്നെ ഞാൻ തല്ലി പുറത്താക്കൂടാ. നിന്നെ ഞാനൊന്ന് അടിച്ച് കൊല്ലും. നമ്മുടെ അടുത്ത് നല്ല ബോക്കെ ആയതുകൊണ്ട് സെറ്റപ്പായി. അവനിങ്ങോട്ട് വരുന്നുണ്ട്. ഓടിക്കോ. ഓടേണ്ട ആവശ്യമില്ല, അവൻ ചത്ത്. എത്രയും പെട്ടെന്ന് നമ്മുടെ മൈനിങ് ഏരിയയുടെ പണി സ്റ്റാർട്ടാക്കണം. എന്താ വെച്ചാൽ നമുക്ക് മൈനിങ് ഏരിയ ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ള സംഭവമാണ്. എന്ന് വെച്ചാൽ നമുക്ക് നല്ല പോലെ അയം വേണം. താഴോട്ടിറങ്ങി പാടാവൂല. താഴോട്ട് പോകുന്നില്ലല്ലോ. ഇനിയൊന്നും വേണ്ട. പിന്നെ നമ്മൾ താഴോട്ടേക്ക് മൈനിങ് ഏരിയയും ഇത് മാത്രമല്ല, നമ്മൾ സ്റ്റോറേജ് സിസ്റ്റം കൂടെ കൊണ്ടുവരുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും ആവശ്യമാണ്. നമുക്ക് ആകെയുള്ള ഈ ഒറ്റ ചെസ്റ്റേ ഉള്ളൂ. ഈ സംഭവം വേണ്ട, ഇത് മാറ്റാം. ഓക്കെ, നമുക്ക് ഈ ഒരു പെയിൻറ്റിങ് കയ്യിലെടുത്തിട്ട് ഇതൊരു വെതറിൻ്റെ ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അയ്യോ, ഇത് കുറച്ച് ചെറുതായില്ല. ബ്ലോക്ക് ഓക്കെ. ഇതെന്താണിത്? ഒരു മിനിറ്റ്. അപ്പോൾ ഗൈസ്, നമ്മുടെ മൈനിങ് ഏരിയയുടെ പണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൈനിങ് ഏരിയ നോക്കുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. ഞാൻ ഇവിടെ ഇങ്ങോട്ട് കുഴിച്ച് തുടങ്ങിയേക്കാം. ഞാൻ ഡീപ്പ് സ്ലെറ്റിൻ്റെ ലെവലെത്തിയിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം.
ഇപ്പോൾ ഗൈസ് നമ്മളിത് അവിടെ മൈൻഡ് ചെയ്ത് വരുമ്പോൾ തന്നെ ഇപ്പോൾ കുറേ വെള്ളത്തിൻ്റെ ഒച്ച കേട്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മൈനിങ് ഏരിയ ഫ്ലോപ്പായി. ഇനി അടുത്ത മൈനിങ് ഏരിയ നോക്കണം. നമ്മൾ ഇത്രയും മൈനിങ് ചെയ്ത് വന്നിട്ടുള്ളൂ, കുഴപ്പമില്ല. ഗൈസ് നമ്മൾ അണ്ടർഗ്രൗണ്ട് മൈനിങ് ഏരിയ ഫ്ലോപ്പായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രൊജക്ട് ബോർഡ് ഫ്ലോപ്പായിട്ടില്ല. ഞാൻ പ്രൊജക്ട് ബോർഡ് ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങാം. ഈ ഒരു ഭാഗത്തായിട്ട് ഇതുണ്ട് എൻ്റെ അടുത്ത് കുറച്ച് ഹോളുണ്ട്. ഇത് മതി കൊടുക്കുക. ഒന്ന് 2 3 4 5 5ലും ഈ വൂളങ്ങ് വെച്ച് കൊടുക്കുക. ഈ റെഡ് വൂളെന്ന് വെച്ചാൽ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടല്ല, എന്തിൻ്റെലും കിട്ടില്ല, എന്താ പറയുക, നമുക്ക് ഇനി ഒരു ഡിസൈന് രണ്ടും പൊട്ടിച്ച് മാറ്റി വെള്ളത്തെ കൂടെ പൊട്ടിക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി. നമുക്ക് ഇവിടെയൊക്കെ നമ്മുടെ പ്രൊജക്ട് ബോർഡിൻ്റെ സംഭവങ്ങളൊക്കെ എഴുതി വെക്കാം. നമുക്ക് ഇവിടെ ഒക്കെ ആയിട്ട് എന്താ പറയുക, ഇതിന് വരെ നമുക്കിവിടെ സ്റ്റെപ്പ് വെക്കാം. നമുക്ക് ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. നമുക്ക് മേലെ പോയി കുറച്ച് സ്റ്റെപ്സൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാം. സ്റ്റെപ്പല്ല, സ്റ്റേഴ്സ്. ഇതെന്താണ് ഇങ്ങനെ? ഓക്കെ, നമ്മളിങ്ങനെ തിരിച്ച് താട്ടിനകത്താണ്. എന്തെന്നത് മേളിലോട്ട് കയറാൻ പോലും പറ്റുന്നില്ലല്ലോ. കയറാങ്ങോട്ട്. അയ്യോ, കയറി. എനിക്ക് കയറി. ഓക്കെ, കൂടെ സ്ലാബ് ഉണ്ടാക്കി 4 മതി. ഇതുകൊണ്ട് താഴ്ചയിൽ നമുക്ക് നെതറിൽ പോകണം. നെതറിൽ പോയി കുറച്ച് ഗോൾഡ് മൈനിങ്ങും വെച്ച തെറ്റിപ്പോയി. നമ്മുടെ ഈ ഒരു ഭാഗം അധികം രസമില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇപ്പുറത്തൊന്നാണല്ലോ. സെറ്റായി. ഇത് കാണാപ്പോൾ നല്ല രസമുണ്ട്. നമുക്കിനി മേളിലോട്ട് പോകാം. നമ്മൾ വാണ്ടറിംഗ് ട്രേഡർ ഇവിടെ തന്നെ ഉണ്ട്. അത് നമ്മളങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല. വീണ്ടും താഴെത്തി. അയ്യോ, ഇതെന്താ പറയുക, ഇത് പക്ക പിടിക്കുക.
നമ്മൾ ബൂട്ട് ഇട്ടിട്ടുണ്ട്. വെള്ളോട്ടത്ത് ഇത് ഞാൻ റെഡി ആക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, റെഡി ആയിട്ടുണ്ട്. കണ്ടോ ഇപ്പോൾ റെഡിയായി. ഓക്കെ, നമുക്കിനി വെള്ളോട്ട് കയറാം. ഓക്കെ, ഓ ഇപ്പോഴും ചെറിയ ബഗ്ഗുണ്ട്, അതൊന്നും സാരില്ല. ഓക്കെ, നമുക്കിനി നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഗൺ പൗഡറും ഒക്കെ വെച്ചിട്ട് നമുക്ക് പോവാം. ചത്തു കഴിഞ്ഞാൽ തിരിച്ച് സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് വേണം. കീശ് വേണ്ട, ഡോറും വേണ്ട. കുറച്ച് ബ്ലേസ് റോഡ് ഇനിയും കൊണ്ടുവരണം. അതിനായിട്ടാണ് ഞാൻ പോകുന്നത്. ഗൈസ്, ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. അതൊന്നുമില്ല, ചെറിയൊരു പ്രശ്നം അന്നത്തെ പോലെ. നമുക്ക് ആ ഔട്ട് പോസ്റ്റ് വരുന്ന വീണ്ടും ഒന്ന് പോയിട്ട് വരണം. പോയിട്ട് വരാം. ഇവിടെ ഞാൻ രായങ്കോളത്തിനെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത്. നമുക്ക് നെതറിലൊരു ബേസ് കെട്ടണം. അതിനാണ് ഞാൻ 60 ബ്ലോക്സൊക്കെ കൊണ്ടുപോകുന്നത്. ഇതുണ്ടോ, ഇത് ഞാൻ പൊളിച്ച് ഇന്ന് അയങ്കോളത്തിനൊക്കെ പുറത്തോട്ട് വിട്ടു. അയങ്കോളത്തിനെയും കാണാനില്ല, ആരെയും കാണാനില്ല. അതുമല്ല വില്ലേജിലോട്ട് ഓടിയോ. ഇതൊരു ഷീപ്പ് നിൽക്കുന്നവിടെ. കഴിയണ്ടോ, ഇതൊരു ഫോക്സ്. അയ്യോ, ഞാൻ ലീഷ് എടുക്കാൻ മറന്നുപോയി. എന്ത് ചെയ്യും? ഇതാ ഞാൻ പണ്ട് കയറിയ വഴി. അപ്പോൾ നമുക്കിങ്ങനെ കയറാമല്ലോ. ഉള്ള ആൾക്കാരുണ്ട്. അമ്മാരുടെ ഒച്ച എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അമ്മമാരിവിടെ എവിടെയോ ഉണ്ട്. അതേ ഇവിടെ നിൽക്കുന്നു. അയ്യോ ഗായ്സ്, ഇപ്പം എന്താ അവിടെ സംഭവിച്ചത്? അത് വിട്, നമുക്ക് നേരെ നെതറിലോട്ട് പോകാം. നെതറിലൊരു ബേസ് നമുക്ക് ഉണ്ടാക്കണം, സേഫ്റ്റിക്കായിട്ട്. ബേസ് ആവശ്യമാണ് നമുക്ക്. 13 മിനിറ്റായി. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ 4ാമത്തെ എപ്പിസോഡാണ്. 10ാമത്തെ എപ്പിസോഡിലെങ്കിലും അടിക്കാൻ തുടങ്ങി. തിന്നാന്തി എടുത്തോ. എത്തി പണ്ടാരടങ്ങാനായിട്ട്. എന്തോ സ്ഥലം ഇത്, തിരിച്ചു പോകരുത്. ഹാപ്പി കാസ്റ്റ് ഗായ്സ്, ഇത് എത്രാമത്തെ മരണമാണ്? എനിക്ക് വയ്യ, മരിച്ച് ഗോൾഡ് എടുക്കാൻ വേണ്ടി പോയി എന്നെ അവർ ഇട്ട് പൂശി. ഇനിയും പോകണം. ഉമ്മാരവിടെ വില്ലേജസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവനവിടെ എന്തോ ചെയ്യും?
ഫുഡ് വേണം. കേമരിട്ടി ആരുടെ എൻ്റെ പട്ടീനെ കൊന്നത്? അല്ല, പട്ടിയില്ല, പശുവിനെ കൊന്നത്. നിൽക്കുന്നവനല്ലേ എൻ്റെ പശുവിനെ കൊന്നത്. നിൽക്കുന്നവൻ തന്നെ. ഞാൻ കൊന്നുകളയും. എവിടാ നീ എൻ്റെ പശുവിനെ കൊല്ലില്ലടാ. ഒരു മിനിറ്റ്. അപ്പോൾ ഗൈസ്, ഞാനിവിടെ അവിടെ പോയതായിരുന്നു കുറച്ച് ഫുഡ് എടുക്കാൻ. ഫുഡ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ സോംബീസൊക്കെ ഒന്ന് അടിച്ചു. ഓക്കെ, ഫുൾ ഹെൽത്ത് അല്ല ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഉള്ളിലോട്ട് കയറണമല്ലോ അല്ലേ? നമുക്ക് നേരെ നെതറിലോട്ട് കയറാം. ഓക്കെ, നമ്മളിതാ നെതറിലോട്ട് കയറുകയാണ്. എന്താവോ എന്തോ. ഓക്കെ, നമ്മൾ നെതറിലോട്ട് പോകുന്നു ഗായ്സ്. നമ്മൾ നെതറിലോട്ട്. അവിടെ എന്തൊക്കെയൊക്കെയോ വെച്ചല്ലേ. അടി തുടങ്ങി. ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. വന്ന പാടെ അവന്മാർ കൊന്നിട്ട്. ഞാൻ പിന്നെ എന്തിനാ അവിടെ നെതർ വെച്ചിട്ടില്ലേ? ഒക്കെ വില്ലേജറിനെ പോയി അടിച്ചാലോ? ഇതൊക്കെ എന്തിനാ ഇപ്പം എനിക്ക് കാണിക്കുന്നത്? ഫയർ വർക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ആ പേപ്പർ എടുത്തിട്ട് പോയിട്ട് ഫയർ വർക്ക് ഉണ്ടാക്കാം. എന്താണത്? പൂച്ചയാണോ അതോ പട്ടിയോ? പട്ടിക്കുട്ടി. മൊത്തം നമുക്ക് എടുത്ത് പേപ്പറാക്കി ഫയർ വർക്ക് ഉണ്ടാക്കാം. ഗായ്സ്, ഞാൻ അടുത്ത് ഓഫ് ക്യാമറയിലിട്ട് എലേറ്റർ എടുക്കാൻ പോകും. എൻ്റെ പോർട്ടലൊക്കെ ഓണാക്കിയിട്ട് അതൊക്കെ കാണിച്ചിട്ട് നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണിക്കണം. നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ കാണുന്ന ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അതിനു മുമ്പായിട്ട് പേപ്പർ ഉണ്ടാക്കട്ടെ. പേപ്പർ ഉണ്ടാക്കി. ഒരു ഗൺ പൗഡറും കൂടെ വെച്ച് ഇതിലോട്ട് പോയാൽ റോക്കറ്റ് ഉണ്ടാക്കാൻ. 3 റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഈ 3 റോക്കറ്റ് നമുക്ക് ഇതിൽ സൂക്ഷിച്ചെടുത്ത് വെക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടൂത്ത് പേസ്റ്റ് ഗെയിമർ സൈനിങ് ഔട്ട്.